അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ വിശ്വാസികൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സുന്നത്തായൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഫർള് ചെയ്ത പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫർളായ ഇബാദത്തുകൾക്ക് 700 അതിലപ്പുറവും ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തനത്തിനും വളരെയധികം സ്വീകാര്യതയും വലിയ പ്രതിഫലവും നൽകപ്പെടുന്ന വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ എത്ര ചെറിയ നന്മയാണെങ്കിലും ഒന്നുപോലും വിട്ടുപോകാതെ കഴിയുന്ന അമലുകളൊക്കെ ധാരാളം ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഉംറ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്. റമളാനിൽ ഉംറ നിർവഹിച്ചവന് വലിയ പ്രതിഫലമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകുമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ ഉദ്ധരിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവിടുന്ന് പറഞ്ഞു, ഉംറത്തുൻ ഫി റമളാൻ, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഒരാൾ ഉംറ നിർവഹിച്ചാൽ അത് തഅദിലു ഹജ്ജത്തൻ, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമായിരിക്കും അദ്ദേഹത്തിന് നൽകപ്പെടുന്നത്. അല്ലെങ്കിൽ ഹജ്ജത്തൻ മഅി, എൻ്റെ കൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമായിരിക്കും വിശുദ്ധ റമളാൻ ഷരീഫിൽ ഒരാൾ ഉംറ നിർവഹിച്ചാൽ അദ്ദേഹത്തിന് നൽകപ്പെടുക എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഹജ്ജിൻ്റെ പ്രതിഫലം എന്താ? അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരാൾ ഒരു ഉംറ നിർവഹിച്ചു, ഇനി അടുത്തൊരു ഉംറ നിർവഹിക്കുന്നതുവരെ അതിനിടയിൽ അയാളുടെ ഭാഗത്ത് സംഭവിച്ചു പോകുന്ന ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. എന്നാൽ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യയോഗ്യമായ അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിഷ്കപടമായി ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അയാൾക്ക് സ്വർഗമായിരിക്കും പ്രതിഫലമായി നൽകപ്പെടുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഒരാൾക്ക് ഉംറ നിർവഹിക്കാൻ സാധിച്ചു, ആത്മാർത്ഥതയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഭൗതികമായ യാതൊരു കാര്യലാഭവും യാതൊരു പ്രശംസയും ഒന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അവൻ്റെ കാരുണ്യം മാത്രം ആകാംക്ഷിച്ചുകൊണ്ട് ഒരാൾ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നൽകുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹത്തായ കർമ്മങ്ങൾ മഹത്തായ സമയങ്ങളിൽ അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നിർവഹിക്കാനുള്ള വലിയ തൗഫീഖും സൗഭാഗ്യവും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.